Hello, welcome back to our channel. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാതെ തന്നെ നല്ല സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 2 കഷ്ണം കറുവപ്പട്ട നുറുക്കിയത്, ഒരു തക്കോലം, 5-8 ഗ്രാമ്പൂ, 4-5 ഏലക്ക, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക്, കുറച്ച് കാഷ്യൂനട്ട് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഫ്രഷ് പീസ്, ഒരു തക്കാളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, അതുപോലെ സവാള അരിഞ്ഞത്, കുറച്ച് ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാല്, തേങ്ങയുടെ 2-ാം പാല്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒഴിക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം, നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം ഈ ഒരു സ്പൈസസ് ഒക്കെ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നെയ്യിൽ കിടന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ ഇൻഗ്രീഡിയൻസ്, വെളുത്തുള്ളി, കശുവണ്ടി, കറിവേപ്പില, പച്ചമുളക് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മളൊരു അല്പം ഗരം മസാലയും കൂടി ഇടുവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ ഗരം മസാല ആയതുകൊണ്ട് നല്ല കറിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ ആവശ്യമുള്ളത് കാണാം. ഇനി നമ്മുടെ ചേരുവകളൊക്കെ വഴണ്ടി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 1-ാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായ തേങ്ങയിലിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് 2-ാം പാൽ. ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മളുടെ ക്യാരറ്റ്, പിന്നെ ഫ്രഷ് പീസ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഉപ്പ് കൂടി നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം, പച്ചക്കറികളൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഒന്ന് വാടി വരണം. നമ്മളൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. 1-ാം പാല് ചേർത്തിട്ട് പിന്നെ തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാനുള്ള അപ്പവും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും ഈ സ്റ്റൂവും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.